വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലല്ലാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകത്ത് ഏതെങ്കിലും ഒരാൾ എല്ലാ കാലത്തും ജീവിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി, ഒരാളെങ്കിലും ലോകാവസാനം വരെ ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലക്കാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദ, അത് അള്ളാഹുവിൻ്റെ റസൂലായാൽ മതിയായിരുന്നു എന്ന് കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ പ്രവാചകൻ തൻ്റെ 63-ാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു ആ പ്രവാചകനെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ മോളെന്നോട് ചോദിച്ചു, നമുക്കെന്താണ് നബിദിനാഘോഷമില്ലാത്തത്? നമുക്കൊന്നും നബിനോട് സ്നേഹമില്ലേ? കുറേ ആളുകൾ മാത്രം ദഫൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി നബിൻ്റെ മധുഹൊക്കെ പറഞ്ഞ് റാലിയൊക്കെ നടത്തി അവർ മാത്രം നബിനെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കാത്തവരുമാണോ ഉപ്പ? ഞാൻ മോളോട് പറഞ്ഞു, സ്നേഹിക്കണം എന്ന് തന്നെയാണ്, നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹത്തെ നമ്മൾ ആഘോഷമാക്കാൻ പറ്റാത്ത വിധത്തിലാണ് പ്രവാചകന്റെ വേർപാടുള്ളത്. അതേ മാസം, അതേ ദിവസം, അതേ സമയം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരിക്കെ ജനിക്കുമ്പോൾ അങ്ങനെ കുറെ ആളുകളൊന്നും ആ പ്രവാചകന്റെ ജനനം നടക്കുന്ന വീടിന്റെ ചുറ്റുപാടിലില്ല. വാപ്പ പോലും ഇല്ല. വല്യപ്പണ്ട്, വേറെ 2-3 ആളുകളുണ്ട്, കുറച്ചാളുകൾ. അതുകൊണ്ടാണ് ജനനത്തിന്റെ കാര്യത്തിൽ രേഖപ്പെടുത്താൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ആരുമില്ല. ആകുള്ളത് ഉമ്മയാണ്. ഉമ്മയും ഭർത്താവ് 2 മാസവും മരണപ്പെട്ട സങ്കടത്തിലാണല്ലോ. അതേസമയം റസൂലുള്ളാഹിന്റെ വഫാത്ത് അങ്ങനെയല്ല, പ്രവാചകന്റെ വേർപാട് അങ്ങനെയല്ല. നബിയെ സ്നേഹിക്കുന്ന ആളുകൾ നബിന്റെ ജനനം മാത്രം അറിഞ്ഞാൽ പോരാ, നബിന്റെ വഫാത്ത് കൂടി മനസ്സിലാക്കണം. ഇന്ന് വഫാത്തുമായി ബന്ധപ്പെട്ട ഒരു ഇത്തിബാവും പറഞ്ഞ് നമ്മൾ ഈ ചർച്ച തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നബിന്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ആ നാട്ടിലുള്ള പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് സ്വഹാബിമാരുടെ ജീവന്റെ ജീവനാണ് പ്രവാചകൻ. കരളിന്റെ കഷ്ടമാണ് പ്രവാചകൻ. പ്രവാചകൻ നിന്നതുപോലെ നിൽക്കാൻ, ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ, ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കാൻ, പ്രവാചകന്റെ ജീവിതത്തിന്റെ മഹിതമായ മാതൃകകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അത് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവാചകന്റെ കൂട്ടുകാർ, പരമാവധി സമയം പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചവർ, പ്രവാചകനെ ജീവന് തുല്യം സ്നേഹിച്ചവർ, പ്രവാചകൻ തങ്ങളിൽ ഉണ്ടാവണമെന്ന് എല്ലാ കാലത്തും ആഗ്രഹിച്ചവർ, അതാണ് പ്രവാചകന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രവാചകൻ അവർക്കിടയിൽ നിന്നും വേർപെട്ടു പോവുക, വഫാത്താവുക എന്നത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അവർക്ക് മാത്രമല്ല, നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നബിയാണെങ്കിൽ സ്വഹാബത്തിനെ സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കാനും പിൻപറ്റാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പിൻപറ്റാനും പിന്തുടരാനും അവസരമുണ്ടാക്കിയ പ്രവാചകൻ, ഞാനും നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാനും ഈ ലോകം വിട്ടു പോകുമെന്ന് അവരെ പഠിപ്പിച്ചും അവരെ പരിശീലിപ്പിച്ചും അവരതിന് പ്രാക്ടീസ് കൊടുത്തും അള്ളാഹുവിന്റെ റസൂല് തന്റെ സംസാരങ്ങളും തന്റെ പ്രവർത്തനങ്ങളും സഹപ്രവർത്തകരുമായുള്ള കൂടിയിരിക്കലുമൊക്കെ അത്തരത്തിൽ പാകപ്പെടുത്തിയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് സദസ്സിലേക്ക് കയറി വരുമ്പോൾ എണീറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞത്. കയ്യിൽ ഉമ്മ വെച്ച ആളോട് അത് നിരുത്സാഹപ്പെടുത്തിയത്. അതേ പ്രവാചകൻ തന്നെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിക്കണ പോലെ തന്നെ നിസ്കരിക്കണം കേട്ടോ. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം, ഞാൻ നിസ്കരിക്കുന്ന റക്അത്ത് നിസ്കരിക്കണം, ഞാൻ ചൊല്ലുന്നത് തന്നെ ചൊല്ലണം. ഖുദൂ മനാസിക്കക്കും അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കണം, എൻ്റെ ഭക്ഷണ രീതികൾ സ്വീകരിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എന്താണ് ചൊല്ലേണ്ടതെന്ന്, എന്താണ് പറയേണ്ടതെന്ന്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന്, എന്താണ് ആകാശത്തു നിന്നും ഭക്ഷണം ഇറങ്ങാത്തത്, എന്താ കൂടെ മലക്കില്ലാത്തത്, എന്താ നബിക്ക് ഒറ്റക്കൊരു തോട്ടം കൊടുക്കാത്തത് അള്ളാഹു സ്വന്തം ആളായിട്ട്. അപ്പൊ നബി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ കുന്തു ഇല്ലാ ബശറ റസൂല, ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ മനുഷ്യന്മാരെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യനായ പ്രവാചകനല്ലേ, നിങ്ങൾ എന്താണ് ഈ പറയണത് എന്ന് പറഞ്ഞ് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അനുയായികളോട് ഈ ലോകത്തോട് വിട പറഞ്ഞതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട സൂചനകളും
അള്ളാഹുവിന്റെ റസൂല് അവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. എന്റെ കാലശേഷം നിങ്ങൾ എന്റെ സുന്നത്ത് പിൻപറ്റണം. നിങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും എന്റെ ചര്യകളും അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തണം. അതിനൊക്കെ ആളുകൾ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു യാത്രയിൽ, യമനിലേക്കുള്ള യാത്രയിൽ കുതിരപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തോട് നബി പറയാണ്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. അടുത്ത കൊല്ലം ചിലപ്പോൾ ഈ വരുമ്പോ ഞാനിവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. നിന്റെ വരുവൻ ചിലപ്പോ നീ ഈ പള്ളിന്റെ മുന്നിലൂടെ എന്റെ ഖബറിന്റെ അടുത്തൂടെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അതങ്ങ് കേട്ടതും കുതിരപ്പുറത്ത് നബിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി കരഞ്ഞെന്നാണ്. അങ്ങനെയൊന്നും പറയല്ലേ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത വർഷം ചിലപ്പോൾ എന്നെ കാണാൻ പറ്റൂല. ഹജ്ജത്തുൽ വിദാ പ്രവാചകന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജും അതിലെ പ്രഭാഷണത്തിൽ നബി തുടങ്ങിയത് എന്തറിയോ? അറാക്കും അടുത്ത കൊല്ലം നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോ ഈ കേൾക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടല്ല സ്വഹാബത്ത് അത് കേട്ടത്. അങ്ങനെ കേൾക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയല്ല അവർക്കുള്ളത്. അവസാനമായി ഇറങ്ങിയ സൂറത്തുൻ നസ്ർ, ആ സൂറത്തുൻ നസ്ർ മനോഹരമായ ഒരു സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. മക്കയിലെ 13 വർഷവും പിന്നീടുള്ള 10 വർഷവും പ്രവാചകനും സ്വഹാബത്തും പണിയെടുത്തതിന്റെ റിസൾട്ടിന്റെ സൂചനയാണ് ആ സൂറ. അത് കേൾക്കുമ്പോൾ അവർക്ക് അതൊരു വിജയ പ്രഖ്യാപനമാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി ആ സൂറത്ത് പഠിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖിനെ കാണാനില്ല. ചെന്ന് നോക്കുമ്പോൾ ഒരു മുക്കിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അടുത്ത് ചെന്ന് കൂട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാന്ന് കരയണ? ഇത്ര സന്തോഷിക്കല്ലേ വേണ്ടത്? ഈ സൂറത്ത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഞങ്ങൾക്ക് സന്തോഷം തോന്നി. എനിക്കൊന്നും അത്ര സന്തോഷം തോന്നുന്നില്ല. ഈ സൂറത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേർപാടിന്റെ സൂചനയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേർപാടിന്റെ സൂചനയുണ്ട്. അധികകാലം അള്ളാഹിന്റെ റസൂൽ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന സൂചനയുണ്ട്. അത് തിരിച്ചറിഞ്ഞ സ്വഹാബികൾ എല്ലാവരും മുക്കുമൂലകളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വിദായിലെ ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന പ്രവാചകൻ വളരെ ക്ഷീണിതനായിരുന്നു, വളരെ പ്രയാസം ഉണ്ടായിരുന്നു. സഫർ മാസത്തിലാണ് പനി വരുന്നത്. പനി അങ്ങനത്തെ ഒരു അസുഖ. പനി വന്ന് പ്രവാചകൻ വളരെ പ്രയാസമായി, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെയായി. ഹജ്ജത്തുൽ വിദായിന്റെ ആ യാത്രയിൽ നബി ഇമാമാക്കിയിരുന്ന അബൂബക്കർ സിദ്ദീഖ് പനിയായപ്പോഴും ഇമാമത്തിന്റെ ഉത്തരവാദിത്തം അബൂബക്കർ സിദ്ദീഖിനെ ഏൽപ്പിച്ചു. ചില സമയങ്ങളിലൊക്കെ നബി പള്ളിയിലേക്ക് വരും. ഒരു ഭാഗത്ത് അലി ബിൻ അബി ത്വാലിബും മറുഭാഗത്ത് അബ്ബാസും താങ്ങിപ്പിടിച്ച് തോളിൽ കൈവച്ച് വരുന്ന സമയത്ത് ഹദീസിൽ കാണാം, പ്രവാചകന്റെ കാലിന്റെ ഷൂ തട്ടി മണലിലൂടെ ഒരു വഴി ഇങ്ങനെ രൂപപ്പെട്ടിരുന്നു എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ രോഗം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രവാചകനില്ലാത്ത പള്ളി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രവാചകനില്ലാത്ത ക്ലാസുകൾ അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പ്രവാചകനില്ലാത്ത കൂട്ടായ്മകൾ അവർക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. മദീന അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നെ തീരെ പള്ളിയിൽ വരാതെയായി. പൂർണ്ണമായും പ്രവാചകന്റെ വീട്ടിലൊതുങ്ങി. 24 മണിക്കൂർ അവിടെ ആളുകളാണ്. എല്ലാവരും നബിയെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സഹാബിമാരും റളിയല്ലാഹു അടക്കമുള്ള സഹാബിമാർ നബിന്റെ കൂടെ തന്നെയുണ്ട്. യാ അബാ ഹസൻ കൈഫ അസ്ബഹ റസൂലുള്ളാഹ്. ഇന്ന് നേരം വെളുത്തപ്പോൾ നബിന്റെ അവസ്ഥ എന്താ? അപ്പൊ റളിയല്ലാഹു പറഞ്ഞു, അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹംദില്ലാഹി ബാരിക. കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്, പ്രവാചകൻ നല്ല ആശ്വാസമുണ്ട്. അതും കേട്ടിട്ട് അവിടെ പുറത്തങ്ങനെ ഇരിക്കും. പണിക്കൊന്നും പോണില്ല, കുടുംബത്തെ ശ്രദ്ധിക്കാൻ നേരല്ല. അള്ളാഹിന്റെ റസൂലിന് ഒട്ടും സുഖമില്ല, തീരെ സുഖമില്ല. അതിനിടയ്ക്ക് പ്രവാചകന്റെ തന്നെ കുടുംബത്തിലെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പുറത്തിറങ്ങി മുഖം വാടിക്കൊണ്ട് പറഞ്ഞു, ഇനി ലാ അറാ റസൂലുള്ളാഹ് സൗഫ യുതവഫ. എനിക്ക് തോന്നുന്നത് റസൂൽ അധികകാലം ഉണ്ടാവില്ല എന്നാണ്. ആ മുഖം കാണുമ്പോൾ മരണത്തോടടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇഷ്ടത്തോഴനാണ്. രോഗസമയത്ത് നബിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഞാൻ നോക്കുമ്പോ എല്ലാവരും സ്വന്തം വീടുകളൊക്കെ അടച്ചിട്ട് പ്രവാചകന്റെ വീടിന്റെ മുമ്പിലാണ്. അപ്പുറത്തും ഇപ്പുറത്തും അവിടെ ഇവിടെ ആയിട്ട് ആളുകൾ എങ്ങനെ ഇരിക്കുകയാണ്. ഫദഖൽതു അലാ റസൂലുള്ളാഹ്.
ഞാൻ റസൂലിന്റെ അടുത്തേക്ക് കയറി ചെന്നു. ഫഖദ് അഹ്ബത വലം യതകല്ലം, നിശ്ചലമായി കിടക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഒന്നും പറയണില്ല. കണ്ണ് നിറഞ്ഞ ആ റസൂലിന്റെ അടുത്ത് പോയിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഅ യദൈഹി വയദഉ അലയ്യ, എന്റെ കൈയിലേക്ക് പ്രവാചകനെ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാന നിമിഷത്തിലും എന്റെ കവളത്ത് തൊട്ടുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മരണാസന്നനായി കിടക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്, ആയിഷ ബീവിന്റെ മടിയിലാണ്. ആയിഷ ബീബി തലോടുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, കലിമ ചൊല്ലി കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബിർറഫീഖിൽ അലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മരണത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുവിന്റെ അനുമതി ഉണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം? നമ്മളോടൊന്നും ആരും ചോദിക്കൂലട്ടോ, ഒരൊറ്റ കൊണ്ടുപോലെയിരിക്കും. വയനാട് ആരോടും ചോദിച്ചോ? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ഒഴിവുണ്ടാവോ ഈ ആഴ്ച നമുക്ക് മരിക്കണമെങ്കിൽ? ആർക്കും ഒഴിവുണ്ടാവുക? നമുക്ക് ആർക്കെങ്കിലും ഒഴിവുണ്ടാവോ? ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു അടുത്ത ആഴ്ച ഒരുമിച്ച് കൂടുവോ? നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് കൂടുവോ? നമ്മുടെ കുടുംബം ഒരുമിച്ച് കൂടുവോ? നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി ഓടി നടക്കണ്ടല്ലോ. ചില ആളുകളെ വെറുപ്പിച്ച്, ചില ആളുകൾ പിണങ്ങി, ചില സാമ്പത്തിക അച്ചടക്കം നടത്തി, അങ്ങനെ അച്ചടക്കമില്ലാതെ ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരൊറ്റ പിടുത്തായിരിക്കും, ഒന്നിനും അവസരം ഉണ്ടാവില്ല. നബിന്റെ സഹാബത്തൊക്കെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് മൂക്ക് തമ്മിലൊന്ന് തട്ടിക്കും. എന്നിട്ട് ചെവി പറയും, പൊറുക്കണട്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണട്ടോ. പരസ്പരം പറയും. കാരണം അവസരം ഉണ്ടാവില്ല, അവസരം ഉണ്ടാവണില്ല, അവസരം കിട്ടിയിട്ടില്ല. നമ്മുടെ ജീവിത അനുഭവം അതാണ്. എത്രയെത്ര ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ മരണാസന്നനായ നബിയോട് അനുമതി ചോദിച്ചപ്പോൾ നബി പറയും, എനിക്ക് അസ്രായിലെ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. എന്റെ ഉസ്താദാണല്ലോ, ഇറാഖ് വഴിയിൽ വെച്ച് ഇഖ്റയൊക്കെ പഠിപ്പിച്ച ആളാണല്ലോ. അസ്രായിൽ പോയിട്ട് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ എന്നിട്ട് കാണാൻ പറഞ്ഞു, അടുത്തിരുന്ന് കുറച്ചേരം വർത്താനം പറഞ്ഞ് പിന്നീട് അസ്രായിൽ വന്നിട്ട് റൂഹിനെ പിടിക്കാൻ ആരംഭിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൂഹിനെ തൊണ്ടക്കോയിലെത്തിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കണ്ണു നിറഞ്ഞു പറഞ്ഞു, അസ്രായിൽ, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട് കേട്ടോ, വല്ലാത്ത വേദന എനിക്ക് താങ്ങാൻ പറ്റണില്ല. അപ്പൊ അസ്രായിൽ എന്താ പറയുക, നബിയെ നിങ്ങൾ ഞാൻ സിമ്പിൾ ആയിട്ടാ പിടിക്കണേ, വളരെ ലളിതമായിട്ടാ പിടിക്കണേ, എണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ. പക്ഷെ ഉമ്മത്തിന് അങ്ങനെയാവില്ല കേട്ടോ, ഇനി നിങ്ങളിൽ നിന്ന് അങ്ങനെയാവില്ല. നല്ല പിടുത്തം പിടിക്കും, കടുത്ത പിടുത്തം പിടിക്കും, താങ്ങാനാവാത്ത പിടുത്തം പിടിക്കും. റസൂല് കണ്ണു തുടച്ചു പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഇന്നെ പിടിച്ചോ, ആയിട്ടെന്നെ പിടിക്കണ്ട, ഇന്നെ എങ്ങനെ വേണേലും പിടിച്ചോ, ഉമ്മത്തിനെ പിടിക്കണ്ട, അവരെ വേദനിപ്പിക്കണ്ട, അവർ വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് മരണസമയത്ത് പോലും അല്ലാഹു റസൂല് പറഞ്ഞു. ഇടക്കിടക്ക് ചുണ്ടനങ്ങുമ്പോ ഫാത്തിമ ബീവി ചെവി ഇങ്ങനെ വെച്ചുകൊടുക്കും. അപ്പൊ എന്താ കേൾക്കണറിയോ, ഉമ്മത്തി നമ്മളെ പറ്റിയ എന്നെയും നിങ്ങളെയും പറ്റിയാണ്. ചിലപ്പോ കേൾക്ക അസ്വല, നിസ്കരിക്കണം കേട്ടോ, നിസ്കാരത്തിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവണം. മദീന കണ്ണീര് കുടിച്ച നാളുകൾ, ജസീറത്തുൽ അറബ് സ്തംഭിച്ചു പോയ അവസ്ഥ. ഉമറും വലീദും കൂടി പുറത്തേക്ക് ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താ നബിന്റെ അവസ്ഥ? നബിന്റെ അവസ്ഥ പറയുമ്പോ അത് യാ ഉമർ അന്നഹു ഖദ് മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ലോകത്തോട് വിട പറഞ്ഞു. ഉമർ റളിയല്ലാഹു ആണ് ആ വിഷയത്തിൽ വല്ലാതെ നിയന്ത്രണം വിട്ടൊരു മനുഷ്യൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ വേർപെട്ടു പോയി, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്ന് പറയുമ്പോ ആ പറഞ്ഞ സ്വഹാബിയുടെ തോളിൽ പിടിച്ച് വലിച്ചു പുറത്തിട്ട് കസ്ദബത്ത, കളവാണ് നീ പറയുന്നത്, ഇല്ല, മരിച്ചിട്ടില്ല, മരിക്കില്ല, നമ്മുടെ പ്രവാചകൻ മരിക്കില്ല എന്ന് പറഞ്ഞ് നിയന്ത്രണം വിട്ട് പുറത്തേക്കോടി. കയ്യിൽ കിട്ടിയൊരു വാളെടുത്തുകൊണ്ട് വീശിന്നാണ്. പ്രിയപ്പെട്ട സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് അകത്ത് നിന്നും മരണശേഷം ചെയ്യാവുന്ന ആവശ്യമായ കർമ്മങ്ങൾ ചെയ്ത് മരണം ഉറപ്പുവരുത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഉമറുൽ ഫാറൂഖ് വാളെടുത്ത് വീശിയാൽ ആരോ ഒന്ന് പറഞ്ഞു, ആ ഉമർ നീ എന്താണ് വിട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി പറയണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടത്തോഴനായ അബൂബക്കർ സിദ്ദീഖ്, പാവങ്ങളുടെ നേതാവ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, മൻകാന മിൻകും യഅബ്ദു മുഹമ്മദ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിട്ടുള്ളതെങ്കിൽ, മുഹമ്മദാണ് റബ്ബിനേക്കാൾ വലുത് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഫഇന്നഹു ഖദ് മാത, മൂപ്പര് മരിച്ചു കിടക്കാൻ, മനുഷ്യനാണ്, മരിച്ചു കിടക്കാൻ. വമൻകാന യഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, മനസ്സിലാക്കണം, അല്ലാഹു മരണമില്ല,
അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ ഖാബിക്കും. മുഹമ്മദ് നിങ്ങളെ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹം ഇല്ലാതെയാകുമ്പോഴേക്കും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ എന്ന് ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത് ആ സമയത്താണ്. അതുമായി ബന്ധപ്പെട്ടാണ്. ഉമർ ഫാറൂഖ് വിശ്വസിച്ചില്ല. ഓടിച്ചെന്ന് ഉമർ ഫാറൂഖിനെ അബൂബക്കർ സിദ്ദീഖ് രണ്ട് കൈയും കെട്ടിപ്പിടിച്ച് വലിച്ചു നിർത്തി കബളോട് ചേർത്തിട്ട് ചെവിയിൽ പറഞ്ഞു, ഉമറെ വിശ്വസിക്ക്, റസൂൽ പോയി. തേങ്ങിക്കരഞ്ഞു പറഞ്ഞു ഉമർ, ഇല്ല, പോയി ഉമറെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ. അപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു. കരുത്തിന്റെ പ്രതീകമാണ്. ഒരു മനുഷ്യനും പേടിയില്ലാത്ത, എത്ര ആളുകളുമായി ഒറ്റക്ക് നേരിടാൻ കഴിയുന്ന പ്രവാചകന്റെ ഇഷ്ടത്തോഴനായ ഉമർ ഫാറൂഖ് ബോധം കെട്ടാണ് വീണു. കരയാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ നടന്നു. സ്വഹാബത്ത് പറയാൻ, എവിടെ പോയിട്ട് ഒന്ന് കരയാ, എവിടെ പോയിട്ട് ഒന്ന് ആർത്ത് കരയുക. മുക്കുമൂലകളിലൊക്കെ ആളുകൾ കാണാതെ മുഖം കുത്തി കരയുകയാണ് സ്വഹാബത്ത് എല്ലാവരും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു സംഭവം പറയുന്നത്, അദ്ദേഹം കരഞ്ഞ് ഒരു മലന്റെ മുകളിലെത്തി ഒറ്റക്കിങ്ങനെ പറയാൻ സ്വയം പഴിക്കാൻ, നബി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അങ്ങനെ മുകളിലെത്തി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുമുണ്ട്. താഴെ മലയുടെ താഴ്ഭാഗത്ത് കൂടെ മുട്ടുകുത്തിയ ഒരാൾ നിറങ്ങി വരുന്നു. ഞാൻ നോക്കുമ്പോൾ അത് ഉമറുൽ ഫാറൂഖാണ്. എന്നോടൊന്ന് സലാം പോലും പറയാതെ, മുഖത്ത് നോക്കി ചിരിക്കാതെ ഉമർ അവിടെ കമഴ്ന്ന് കടന്ന് കരയുകയാണ്. ഒരു വിധത്തിൽ എല്ലാവരെയും അബൂബക്കർ സിദ്ദീഖ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്നിട്ട് പിന്നെ എല്ലാവരും മെല്ലെ മെല്ലെ തിരിച്ചു വന്നു. എല്ലാവരും എത്തി. അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, യാ ലമ്മാ റഅയ്തു നബിയുനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ലൈതനി മിത്തു ഖബ്ല മഹ്ലിക സാഹിബി. എൻ്റെ നബി മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചു പോയെങ്കിൽ എന്ന്, മരണം ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പ്രവാചകന്റെ വചനം പോലും അംഗീകരിക്കാത്ത തരത്തിൽ മരിച്ചു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ച നിമിഷമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുത്തു റസൂലുള്ളാഹിയെ അവര് കുളിപ്പിച്ചു പരലോക യാത്രക്ക് വേണ്ടി എല്ലാം ഒരുക്കി. അബൂ തൽഹത്തുൽ അൻസാരിയും അതേപോലെ തന്നെ അൻസാരികളെ കുറച്ച് ആളുകൾ കൂടി നബിക്ക് വേണ്ടി ഖബറൊരുക്കി. ആ ഖബർ കുത്തുന്ന സമയത്തൊന്നും കരച്ചിൽ നിർത്താതെയാണ് അവർ ഖബർ കുത്തുന്നത്. ആ മണ്ണിലേക്കാണല്ലോ റസൂലിനെ വെക്കേണ്ടത്. ഇത്ര കൂരിരുട്ടുള്ള മറ്റൊരു ദിനവും മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സ്വഹാബികൾ പറയുകയാണ്. അബൂ ദുവൈബ എന്നുള്ള സ്വഹാബി നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അദ്ദേഹം പറയണേ, ഞാൻ വരുന്ന സമയത്ത് ഒറ്റ വീട്ടിലും ആൾക്കാരില്ല, എല്ലാ വീടും അടഞ്ഞു കിടക്കാൻ, ശത്രുക്കൾ പോലും ഒളിഞ്ഞിരുന്ന് കരയുകയാണ്. കരുണത്തിന്റെ പ്രവാചകൻ, സ്നേഹനിധിയായ പ്രവാചകൻ റബീഉൽ അവ്വൽ 12 സുബഹിയോടടുത്ത സമയം ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉച്ചവരെ കരച്ചിൽ കഴിഞ്ഞ് ഉച്ചന്റെ സമയമായപ്പോ സാധാരണ ബാങ്ക് കൊടുക്കാനാവുമ്പോ ബിലാൽ അരിഹിനായ ബിലാൽ, എവിടെ ബിലാൽ, അവിടെ ബാങ്ക് എടുക്കുമോനെ. എന്നിട്ട് ആ ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കും റസൂലുള്ളാഹ്. അങ്ങനെ പറയാൻ ആളില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ബിലാൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുഴുവൻ പറയാതെ ബിലാൽ ബോധരഹിതനായിട്ട് വീണു. ബാങ്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല, നബിന്റെ പേര് പറയാൻ പറ്റിയില്ല. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹം നബിയുടെ ഖബറടക്കം കഴിഞ്ഞിട്ട് ആ നാട്ടിൽ തന്നെ പോയി. എന്റെ നബി ഇല്ലാത്ത നാട്ടിൽ ഞാൻ ജീവിക്കൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനെ അടിച്ചപശനാക്കി ഉമയ്യത്തിന്റെ ആ ഒരു ദുരന്തത്തിൽ നിന്നും കൊണ്ടുവന്ന് നട്ടപ്പാതിരക്ക് നബിന്റെ അടുക്കൽ കൊണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ്, ആരാണ് പുറത്ത്? ഞാനാണ് അബൂബക്കർ. കൂടെ ആരാണ്? ബിലാലാണ്. ബിലാലിനെ കൊണ്ടുകിടും. ബിലാലിനെ കുറിച്ച് നബി നേരത്തെ കേട്ടിട്ടുണ്ട്. രഹസ്യമായി അള്ളാഹുവിനെ ഓർക്കുന്ന, ഉമയ്യത്തിനെതിരെ ശക്തമായ അഹദ് എന്ന് പറയുന്ന നല്ലൊരു വിശ്വാസിയായ ഒരു കറുകറുത്ത മനുഷ്യൻ. നബി പുറത്തിറങ്ങിയപ്പോ ബിലാൽ പറയാ, നബി എനിക്ക് വസ്ത്രമൊന്നുമില്ല, ശരീരമാസകലം രക്തവും ചോരയും ചലവുമാണ്. ഒരു തുണി കൊണ്ടുവന്ന് അത് എടുക്കാൻ കൊടുത്തിട്ട് മടിയിലിരുത്തി കവളത്ത് മുത്തം കൊടുത്ത് ബിലാൽ ഇബ്നു റബാഹ് പറയാൻ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്നെ ചേർത്ത് പിടിക്കുന്നത് ആദ്യ സംഭവമാണ്. ആ ബിലാലിന് പിന്നെ ബാങ്ക് കൊടുക്കാൻ കഴിയോ? അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് ഉമർ ഫാറൂഖിന്റെ കാലത്ത് അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി നബിന്റെ കാലത്ത് ആ ബാങ്ക് ഒന്നുകൂടി കൊടുക്കുമെന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം ബാങ്ക് കൊടുക്കണം. അന്നും അദ്ദേഹത്തിന് ആ ബാങ്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്.
ബിലാലിനെ ചേർത്ത് പിടിച്ചിട്ട് നബി പറയേണ്ടത് അന്നാസു സിവാസിയത്തുൻ സവാസിയത്തുൻ കഅസ്നാനിൽ മുസ്ത്. ചീർപ്പിന്റെ പല്ല് പോലെ മനുഷ്യൻ ജാതിയില്ല, മതല്ല, വർണ്ണല്ല, താഴ്ന്നവരില്ല, ഉയർന്നവരില്ല, അറബിയില്ല, അനറബിയില്ല, ഭാഷയൊന്നുമില്ല, മനുഷ്യരൊക്കെ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ബിലാലും മിന്നീ, ബിലാലിന്റെ ജീവനാണ് എന്ന് പറയുക. അങ്ങനെ റസൂലുള്ള വേർപാട്. റസൂലുള്ളാഹിന്റെ മറവൊക്കെ നടക്കുന്നത് പിന്നെ ബുധനാഴ്ചയാണ്. അങ്ങനെ വേർപെട്ടു പോയത് എന്നാ? അത് റബീഉൽ 12-നാണ്. എങ്ങനെ സന്തോഷിക്കും, എങ്ങനെ ദഫ് കൊട്ടും, എങ്ങനെ ആഘോഷിക്കും? ഇത് രണ്ടിന്റെ അടിയിൽ ഒരു നിലപാട് സ്വീകരിക്കല്ല, നിർവാഹമില്ല. ആ പ്രവാചകനെ പിൻപറ്റാൻ, ആ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ പ്രവാചകനെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുതന്നെയാണ് നബി സ്നേഹം. അത്തരത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഹുബ്ബുർ റസൂലും ഇത്തിബാഉർ റസൂലും, പ്രവാചകനെ പിൻപറ്റുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടത്, നമ്മൾ അവസാനിപ്പിക്കുകയാണ്, ഇനി നമുക്ക് അടുത്ത വർഷം കണ്ടുമുട്ടാം, അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ സമയത്ത് നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗം. അദ്ദേഹം അത് ഈ പരിപാടി അവസാനിപ്പിക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും. ഞാൻ പറയുന്നത്, അങ്ങനെ റബീഉൽ അവ്വൽ വരുമ്പോൾ സ്നേഹിച്ചോട്ടെ, എല്ലാവരും സ്നേഹിച്ചോട്ടെ, കുട്ടികൾ വേണമെങ്കിൽ കുറച്ച് ദഫൊക്കെ കൊട്ടിക്കോട്ടെ, പക്ഷേ എല്ലാ സമയത്തും റസൂലിനെ ഓർക്കുന്ന, റസൂൽ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. പ്രവാചകന്റെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ച് അതാത് കാലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച്. ആ റസൂൽ ത്വൽഹ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം ബസ്രയിലെ പട്ടണത്തിലൂടെ നടന്നപ്പോൾ അവിടെ ആരോ വിളിച്ചു പറഞ്ഞത്രേ, ആരെങ്കിലും മക്കയുടെ പരിസരത്ത് നിന്ന് വരുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മാസം വല്ല അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് കാലമായി ഇങ്ങോട്ട് പോന്നിട്ട്, അങ്ങനെ അത്ഭുതം ഉണ്ടായതായി എനിക്ക് അറിയില്ല, എങ്കിലൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പിൻപറ്റാതെ നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നീട് ത്വൽഹ നാട്ടിൽ വരുമ്പം ആ വിവരം ഉറ്റ സുഹൃത്തായ അബൂബക്കറിനോട് പറയുന്നുണ്ട്. അപ്പൊ അബൂബക്കർ പറയുന്നുണ്ട്, ശരിയാണ്, മുഹമ്മദ് നബി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൂടെയാണ്, അതല്ലാതെ എനിക്ക് ജീവിതത്തിൽ വിജയത്തിന് വേറെ വഴിയില്ല, ആ ഇത്തിബാ അല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അഭിനാഹും, പ്രവാചകനെ പിൻപറ്റുന്ന വിഷയം സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അവർ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പിൻപറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, പ്രവാചകൻ ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുക. അതെന്താ? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഖൈറു ഉമ്മത്ത്, ഏറ്റവും ഉത്തമമായ സമുദായങ്ങൾ. എന്താ കാരണം? നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇസ്ലാമിലെ ഒരു കർമ്മം ഇബാദത്താവണമെങ്കിൽ അത് റസൂൽ ചെയ്യണം. നബി ചെയ്താലാണ് ഒരു കർമ്മ ഇബാദത്ത്. നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല, നല്ലതായിട്ടും കാര്യമില്ല, നല്ലതാണല്ലോ, നല്ല സൂപ്പറാണല്ലോ, അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന സമയത്ത് ഉമറുൽ ഫാറൂഖ് പറയുന്നത്, കല്ല്, നീ ഒരു കല്ല് മാത്രമാണ്, നിന്നെ റസൂലിനെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുന്നത്, നീ വെറും ഒരു കല്ല് മാത്രമാണെന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ ചെയ്യണം. നബിയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒന്ന്, കുറേ കാര്യങ്ങൾ നബിക്ക് മാത്രം ബാധകമായതാണ്, അത് നമുക്ക് ബാധകമല്ല. അതിൽപ്പെട്ടതാണ് തഹജ്ജുദ്. നബിക്ക് നിർബന്ധമാണ്, നമുക്ക് നിർബന്ധമല്ല. സുന്നത്തുണ്ട്, സുന്നത്ത് നമുക്കുണ്ട്, അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നബിക്കത് നിർബന്ധമാണ്. നബിയുടെ വിവാഹം, അത്രയും വിവാഹം നമുക്ക് പാടില്ല. അങ്ങനെ നബിയുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ ജിബില്ലായ കാര്യങ്ങളാണ്. രണ്ടാമത്തത്, മനുഷ്യൻ എന്ന നിലക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. നബിൻ്റെ ഭക്ഷണം, നബിൻ്റെ ഭക്ഷണത്തിൻ്റെ മെനു. നബി ചോറ് കഴിച്ചിട്ടില്ലല്ലോ, ഈത്തപ്പഴല്ലേ കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ പറയണേ, എനിക്ക് ചോറ് വേണ്ട, എൻ്റെ നബി അതാണ്, അത് സുന്നത്താണോ? സുന്നത്തല്ല. നബിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ചിരങ്ങ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ചിരങ്ങ ഇഷ്ടമുണ്ട്? വാപ്പൻ്റെ ഒരു കൊട്ട ചിരങ്ങി കൊണ്ടുപോണ്, എന്താ ചിരങ്ങ നബിക്ക് ഇഷ്ടമാണ്, ഇവിടെ എല്ലാവരും ചിരങ്ങ എന്നാ മതി, ചോറ് കഴിച്ചണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നബി അങ്ങനെ നിർബന്ധിച്ചോ? ഇല്ല. എന്നാൽ ചിരങ്ങ തിന്നൂടെ? തിന്നാം. നബിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തിന്നൂടെ? തിന്നാം. മനുഷ്യനെന്ന നിലക്കുള്ള നബിൻ്റെ വസ്ത്രം, അറബയിൽ നിന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവരും തൊപ്പിയല്ല ഒരു തലയിക്കിട്ടുണ്ടായിരുന്നു. നബി തുണിയെടുത്തിട്ടില്ല, ഒരു പ്രത്യേകതരം പൈജാമയത് നബിൻ്റെ വസ്ത്രം. അതുപോലെ ഒരാൾ വസ്ത്രം ധരിക്കുന്നത് കുഴപ്പമില്ല, വ്യക്തിപരമായ ആൾക്ക് അത് ചെയ്യാം, പക്ഷെ അതാണ് പുണ്യം, അങ്ങനെയാണ് പുണ്യം. നബി ഒട്ടകത്തിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ.
എനിക്ക് കാറും വേണ്ട, ബസ്സും വേണ്ട, ജീപ്പും വേണ്ട, ഞാനൊരു ഒട്ടകം വാങ്ങാൻ. ഒരാൾക്ക് വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ അത് ചരിയല്ല, അത് ഇത്തിബാഉർ റസൂലല്ല. നബിൻ്റെ മുടി നീട്ടി വളർത്തുന്ന മുടി, നമ്മളെ കുട്ടികളും ചിലർക്ക് നീട്ടി വളർത്തലാണ്, ഇത് നബിനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല. നീട്ടി വളർത്താം, ഒരാൾക്ക് വളർത്താൻ പറ്റുമോ? പറ്റും. വൃത്തിയായി ചീക്കി ഒതുക്കുകയാണെങ്കിൽ വളർത്താം. പക്ഷെ അത് സുന്നത്താണോ? സുന്നത്തല്ല, ഇത്തിബാഉർ റസൂലല്ല. അങ്ങനെ ഓരോ കാര്യം. തണുത്ത വെള്ളം ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക്. നമ്മളെന്താ പറയുന്നത്? ചൂടുവെള്ളം കുടിക്കണമെന്ന്. നബിക്ക് തണുത്ത വെള്ളം ഇഷ്ടമാണെന്ന് നമ്മളെല്ലാവരും തണുത്ത വെള്ളം കുടിക്കൂ. മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക്. തേനുമായി ബന്ധപ്പെട്ട് നബി ഫീ ഷിഫാഉൽ നാസ് നിർദ്ദേശമുണ്ട്. നിർദ്ദേശം ഉണ്ടാകുമ്പോൾ സുന്നത്തുണ്ടാവും. ഒട്ടകപ്പുറത്തുള്ള യാത്ര, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ഇതിലൊന്നും നമുക്ക് നബിനെ അങ്ങനെ പിന്തുടരാൻ നമുക്ക് കഴിക്കണം. മനുഷ്യൻ എന്ന നിലക്ക് നബിൻ്റെ നാട്, നബിൻ്റെ ചുറ്റുപാട്, നബിൻ്റെ സംവിധാനം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും അവിടെ ഉണ്ടാവുക. അത് ഇത്തിബാ അല്ല. എന്നാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ട്. മൂന്നാമത്തെ കാര്യം നിർബന്ധമായും പിന്തുടരേണ്ട കാര്യങ്ങളാണ്. തറക്തു ഫീക്കും മംറൈൻ, രണ്ടെണ്ണങ്ങൾക്ക് ഞാൻ നിർബന്ധമായും വിട്ടേച്ചു പോകുന്നുണ്ട്. അന്ന് ഖുർആനും സുന്നത്തുമാണ്. റസൂലുള്ളാഹിന്റെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. ഇത് മനസ്സിലാക്കാതെ, നബിയെ മനസ്സിലാക്കാതെ, നബിയുടെ സുന്നത്ത് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. ഇൽമുൽ റിജാൽ, മനുഷ്യനെ കുറിച്ചുള്ള പഠനം, മനുഷ്യനെ കുറിച്ച് 5 ലക്ഷം മനുഷ്യരെ കുറിച്ച് വലിയൊരു എൻസൈക്ലോപീഡിയാണത്. അതിലേക്ക് പോകണില്ല. അതിൽ ഏറ്റവും മനോഹരമായ പഠനം നടന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാ കാര്യങ്ങളും, ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ സംഗതിയും കൃത്യമായി നടപ്പിൽ വരുത്തി പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രവാചകൻ. എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞോ റബീഉൽ അവ്വൽ 12 കാര്യം? എനിക്ക് നമ്മൾ ഈ ആസാറിന്റെ പിന്നിലാണ്. ആസാറ് റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് വക്കാന യംശിയാനല്ലായിരുന്നു, ഖുർആനായിരുന്നു ഇത്ര നബി. ജീവിക്കുന്ന ഖുർആൻ, ഭൂമിയുടെ മുകളിൽ നടക്കുന്ന ഖുർആൻ. എങ്ങനെയാണ് നബിന്റെ സ്വഭാവം ചോദിക്കേണ്ട ആയിഷാബിനോട്. ആയിഷബി പറഞ്ഞത് വക്കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആൻ തന്നെ നബിന്റെ സ്വഭാവം. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ സമൂഹത്തെ പരിചയപ്പെടുന്നത് പറയുന്നുണ്ട്. ഇന്നമാ ഹലക അഹ്ലുൽ കിതാബി അനഹും ഇത്തഖദു ആസാറ അംബിയാഹും വത്തഖദുഹാ കനായിസ്. അവരൊക്കെ അവരെ പ്രവാചകന്മാരുടെ ആസാറുകളെ പിൻപറ്റി അവരുടെ ഖബറിന് മുകളിൽ ഒരു പള്ളികൾ ഉണ്ടാക്കി. നബിന്റെ ആസാറുകൾ, നബിന്റെ മുടി കലക്കിയ വെള്ളം, നബിന്റെ മുടിക്ക് പുണ്യം ഉണ്ടാവും. നബിന്റെ മുടി ആണെങ്കിൽ അത് നല്ല തന്നെ. പക്ഷെ അതൊരാൾ കച്ചവടാക്കിയാലോ, അത് ഇതാക്കിയിട്ട് വെള്ളം കൊടുത്താലോ? ഒന്ന് ആലോചിച്ച് നോക്കി. നബിന്റെ ആസാറുകൾ ഏറ്റവും കൂടുതലുള്ള കാലം എന്ന് പറഞ്ഞാൽ നബി മരണപ്പെട്ട ശേഷമുള്ള കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ പള്ളികൾ ഉണ്ടാക്കിയ ഭരണാധികാരി ആരറിയും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ നബിന്റെ ചെരുപ്പ്, നബിന്റെ പാത്രം, നബിന്റെ ഭക്ഷണം, നബിന്റെ വസ്ത്രം, നബി ഉപേക്ഷിച്ച് പോയത് അടക്കമുള്ള ഒരുപാട് അടയാളങ്ങൾ അതൊരു പുണ്യമായും നബിയോട് ഇഷ്ടമായും എന്താ പറയാ ഒരുതരം ഇമോഷണൽ അറ്റാച്ച്മെന്റ് എടുത്തുവെച്ചു പല ആൾക്കാരും, പല സ്വഹാബിമാരും. ഏതെങ്കിലും ഒരു സ്വഹാബി അതുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി ഉണ്ടാക്കേ, അതുമായി ബന്ധപ്പെട്ട് അതങ്ങനെ വലിയൊരു സംഗതിയായിട്ട് ഒരു ആരാധനാ സംഗതിയാക്കി മാറ്റി ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. എന്നാൽ എടുത്തു വെച്ചിട്ടുണ്ട്, ആധാറുകൾ ഉണ്ടായിട്ടുണ്ട്, മുടികൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നുണ്ടാവും, ഇല്ലാന്നും നമ്മൾ പറയില്ല. പക്ഷെ അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. അങ്ങനെ അനുവദിക്കുമായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടപ്പിൽ വരുത്താൻ കഴിവും യോഗ്യതയുമുള്ള സ്വഹാബിമാരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് ഒക്കെ. കാരണം അങ്ങനെ നബിയെ സ്നേഹിച്ച ആൾക്കാരാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു കരാറ്, ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞൊരു മരം. ആ മരം ഖുർആൻ എടുത്തു പറഞ്ഞ മരമാണ്. ശ്രദ്ധിക്കണം, ഖുർആൻ എടുത്തു പറഞ്ഞ മരം. ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ കരാറുമായി ബന്ധപ്പെട്ട് താഴത്ത് നബിന്റെ കയ്യ്, എന്നിട്ട് സ്വഹാബത്തിന്റെ എല്ലാവരുടെ കയ്യും മുകളിൽ, ഏറ്റവും മുകളിൽ ഉസ്മാന്റെ കയ്യിന് പകരം എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച കരാറ് നടന്നൊരു മരം. ആ കരാറിൽ പങ്കെടുത്ത ആളുകളൊക്കെ മരണപ്പെട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്വഹാബിമാരൊക്കെ അവിടെ അങ്ങനെ പോയിരിക്കും. എന്താ അവിടെ ഇരിക്കണ്? ഇവിടെ നമ്മൾ ആ കരാറ് നടന്ന മരമല്ലേ, ഇവിടെ ഇരിക്കുക. ഇരുന്ന് ആൾക്കാരെ എണ്ണം കൂടി. ഭരണാധികാരി ഉമർ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എന്നാൽ ഞാനും കൊണ്ടൊന്ന് ഇരിക്കല്ലേ. അദ്ദേഹം ആ മരം വേരോടെ പിഴുത് മുറിച്ച് വലിച്ചെറിഞ്ഞു. അത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോകരുത്. സംസം വെള്ളത്തിനേക്കാൾ പുണ്യം മുടി കലക്കിയ വെള്ളത്തിനാവുക, 25 രാവിനേക്കാൾ പുണ്യം റബീഉൽ അവ്വൽ 12-നാവുക.
CM മടവൂര് തന്നെ പടച്ചോനാവുക. അത്തരത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴാണ് ഇവിടെ വിദേഹത്ത് ഉണ്ടാവുമെന്ന് അറിയാം? സുന്നത്തില്ലാതെയാവുമ്പോൾ. 27 നിങ്ങളെല്ലാവരും വരണം, അങ്ങാടിക്ക് വരണമെങ്കിൽ പിന്നെ ഗ്രൗണ്ടിക്ക് വരണം എന്ന് പറഞ്ഞാൽ 27 രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണെങ്കിൽ, സാധ്യതയുള്ള ദിവസമാണ്, അന്ന് നിങ്ങൾ പള്ളിയിൽ എത്തിക്കാത്തിരിക്കണം എന്ന് റസൂൽ നല്ല സുന്നത്ത്. നിങ്ങൾ പള്ളിയിൽ ഇരിക്കല്, നിങ്ങൾ ഇങ്ങോട്ട് വരി, തൊടുക്ക് വരി, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് വരി, നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാന്നുള്ളത്, അതാണ് വിദ്യാർത്ഥി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫന്തഹു, കൊണ്ടുവന്നത് അതേപോലെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം. ഇനി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും, അതിനോടുള്ള ആദരവ് നിലനിർത്തുക. അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് പ്രവാചക സ്നേഹം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യുക, പ്രവാചകന്റെ ജീവിത മാതൃക പിൻപറ്റി ജീവിക്കാൻ സാധിക്കുക, നല്ല കുടുംബങ്ങളായി ജീവിക്കുക, സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. കൂടുതൽ ഞാൻ ചേർത്ത് പറയുന്നത്, ഈ ഞായറാഴ്ച ഇവിടെ യുവാക്കളുടെ ഒരു കുടുംബ സംഗമമുണ്ട്. സംഘടനയുടെ പരിപാടിയാണെങ്കിലും സംഘടനക്കാർ പങ്കെടുക്കുന്ന പരിപാടിയല്ല, എല്ലാവർക്കും പങ്കെടുക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത എങ്ങനെയാവണം, കുട്ടികളെ എങ്ങനെ നോക്കണം, സാമ്പത്തിക അച്ചടക്കം എങ്ങനെയാണ് കുടുംബത്തിൻ്റെ വരുമാനം, അതുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ ഡേ നിലനിൽക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ബോർഡോടെ പുറത്ത് വെച്ചിട്ടുണ്ട്. സാധിക്കുന്ന ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല, രജിസ്റ്റർ ചെയ്താൽ അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റും. യുവാക്കൾക്കാണ് പ്രവേശനം. ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് പങ്കെടുത്ത് നമ്മുടെ ജീവിതം എന്താ, നമ്മുടെ കുട്ടികളെങ്ങനെയാണ്, മക്കളെങ്ങനെയാണ്, ചിട്ട എന്താ, വ്യവസ്ഥ എന്താ, ഇതൊക്കെ ഒന്ന് പാലിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാനും വിജയിപ്പിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കേണ്ടതാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പഠിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.